എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മേവറം, പാലത്തറ, ആയത്തിൽ എന്നീ ഭാഗങ്ങളിലെ നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. കടമ്പാട്ടുകോണം മുതൽ മേവറം വരെയുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് മേവറത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തു നിന്നാണ്. രണ്ട് സൈഡിലെയും ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകൾ നടന്നിട്ടില്ല. ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് സോയിൽ ഫില്ലിംഗ് വർക്കുകളാണ് നടക്കുന്നത്. സർവീസ് റോഡിൽ നിന്നും ഇടതേക്ക് തിരിഞ്ഞാണ് കൊല്ലം സിറ്റിയിലേക്ക് പോകുന്നത്. ഇവിടെയും സ്ട്രീറ്റ് ലൈറ്റുകൾ ഫിക്സ് ചെയ്തതായി കാണാം. ഇനി സർവീസ് റോഡ് വഴി മേവറം അണ്ടർപാസിനടുത്തേക്ക് പോകാം. അണ്ടർപാസിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ഇപ്പോൾ അറിവാൾ പാനലുകൾ സ്ഥാപിക്കുന്ന വർക്കാണ് നടക്കുന്നത്. ഇപ്പോൾ സർവീസ് റോഡിൽ ഒരു വാഹനത്തിന് കഷ്ടി പോകാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. സദാസമയവും ഇപ്പോൾ ഇവിടെ ട്രാഫിക് ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത്. പരവൂർ കായലിൽ നിന്നും ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണ്ണ് പൂർണ്ണമായും ഉപയോഗിച്ചിരിക്കുന്നത് പാരിപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്താണ്. ഇപ്പോൾ ഇവിടെ റെഡ് സോയിലാണ് ഉപയോഗിച്ചിരിക്കുന്നതായി കാണുന്നത്. മേവറവും ചതുപ്പ് പ്രദേശമാണ്. ഈയൊരു ഭാഗത്തും ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ താറങ്ങി മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. സിംഗിൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു അണ്ടർപാസാണ് മേവറത്ത് വരുന്നത്. ഈ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. അണ്ടർപാസിൻ്റെ അകത്ത് ടാറിംഗ് വർക്കുകളൊന്നും നടന്നിട്ടില്ല. GSP നിരത്തിയതായി കാണാം. ഇവിടെ നിന്നും നേരെ അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പോയി കാണാം. മുകളിൽ ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗം വരെയാണ് ഇപ്പോൾ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇവിടെ സർവീസ് റോഡ് മെയിൻ റോഡിനെ അപേക്ഷിച്ച് അല്പം ഉയർന്നാണ് പോകുന്നത്. സർവീസ് റോഡ് വഴി നേരെ വടക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ കാണാം. ഇപ്പോൾ അണ്ടർപാസിൻ്റെ തെക്കും വടക്കും ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. ഇവിടെ നിന്നും അകത്തേക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ കാണാം. മെയിൻ റോഡിൻ്റെ വലത് സൈഡിൽ ഇപ്പോൾ അറിവാൾ പാനലുകളും ഫ്രിക്ഷൻ സ്ലാബുകളുമൊക്കെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇടത് സൈഡിലെ മെയിൻ റോഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ്ങും കംപ്ലീറ്റ് ആക്കി ലൈൻ മാർക്കിംഗ് പൂർത്തിയാക്കിയതായി കാണാം. ഈ ഒരു ഭാഗം വരെയാണ് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇവിടെ അറിവാൾ പാനലുകൾ സ്ഥാപിക്കുന്ന വർക്കുകൾ ഏറെക്കുറെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അവസാന ഘട്ടത്തിലുള്ള അറിവാൾ പാനലുകളൊക്കെ മണ്ണിലേക്ക് ഉറപ്പിക്കുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന റിബൺ പോലെയുള്ള ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ് മണ്ണിൽ അറിവാൾ പാനലുകളൊക്കെ ഉറപ്പിച്ച് നിർത്തുന്നത്. ഇനി ഇവിടെ നിന്നും തിരിഞ്ഞ് പാലത്തറ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തേക്ക് പോകാം. മേവറത്തെ അണ്ടർപാസ് കഴിഞ്ഞ് കുറച്ച് എത്തുമ്പോൾ തന്നെയാണ് പാലത്തറയിലെ അണ്ടർപാസ് വരുന്നത്. ഈ ഒരു അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മെയിൻ റോഡിൻ്റെ വലതു ഭാഗത്തുള്ള അറിവാൾ പാനലിൻ്റെ വർക്കുകളൊക്കെ നേരത്തെ പുരോഗമിച്ചതാണ്. ഫ്രിക്ഷൻ സ്ലാബുകൾ ഈ ഒരു ഭാഗം വരെയാണ് വെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യുന്നതും അറിവാൾ പാനലുകൾ കണക്ട് ചെയ്യുന്നതുമായ വർക്കുകളാണ് നടക്കുന്നത്. ഇവിടെ രണ്ട് ടൈപ്പ് മണ്ണുകളും ഉപയോഗിക്കുന്നതായി കാണാം. ഇനി ഇവിടെ നിന്ന് നേരെ
സർവീസ് റോഡ് വഴി പാലത്തറയിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്തേക്ക് പോകാം. ഇവിടെയും സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ താരങ്ങി മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. പാലത്തറയിലെ അണ്ടർപാസിൻ്റെ ഏകദേശം അടുത്തുവരെയുള്ള ഭാഗത്ത് അറിവാൾ പാനലിലെ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ സിംഗിൾ ഓപ്പണിംഗ് ഉള്ള അണ്ടർപാസാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും വലതേക്ക് തിരിഞ്ഞാണ് NS ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാൻ കഴിയുക. മുകളിലത്തെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. കടമ്പാട്ടുകോണം മുതൽ മേവറം വരെയുള്ള ഭാഗത്ത് കൂടുതലും ബോക്സ് ടൈപ്പ് അണ്ടർപാസുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ മേവറം മുതൽ കാവനാട് വരെയുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ 2-3 അണ്ടർപാസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അണ്ടർപാസുകളും പിയറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊല്ലം ബൈപ്പാസിൽ പല ഭാഗങ്ങളിലും ചതുപ്പ് പ്രദേശങ്ങളിലാണ്. ഇവിടെ ഇപ്പോൾ സിംഗിൾ ഓപ്പണിങ്ങുകളുള്ള അല്ലെങ്കിൽ 2 ഓപ്പണിങ്ങുകളുള്ള ഫ്ലൈ ഓവറുകളാണ് കൂടുതലും നിർമ്മിക്കുന്നത്. ഇതിൽ കൂടുതൽ ഓപ്പണിങ്ങുകളുള്ള വലിയ ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ. മേവറം, കല്ലുംതാഴ, കടവൂർ ഈ ഭാഗങ്ങളിലൊക്കെ വയോഡക്റ്റുകൾ നിർമ്മിക്കേണ്ടതാണ്. ഇപ്പോൾ കടവൂർ ഭാഗത്ത് വയോഡക്റ്റുകൾ നിർമ്മിക്കും എന്നുള്ള ഒരു അറിവ് ലഭിച്ചിട്ടുണ്ട്. പാലത്തറ അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ വെച്ച് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെ കുറച്ച് സ്ലോയിലാണ് വർക്കുകളൊക്കെ നടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ പോയി പാലത്തറ അണ്ടർപാസിൻ്റെ വടക്ക് സൈഡ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. ഇപ്പോൾ പാലത്തറ അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തു കൂടിയാണ് പോകുന്നത്. ഇവിടെ മെയിൻ റോഡിൻ്റെ 2 സൈഡിലും ഫ്രിക്ഷൻ സ്ലാബുകളും അറിവാൾ പാനലുകളൊക്കെ വെച്ചിരിക്കുന്നതായി കാണാം. ഇവിടെ ഫസ്റ്റ് ലെയർ താറിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ കാണുന്ന ഒരു ഭാഗം വരെ മാത്രമേ താറിങ് വർക്കുകൾ നടന്നിട്ടുള്ളൂ. ഇനി നല്ല ദൂരത്തിൽ തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് അറിവാൾ പാനലുകൾ കണക്ട് ചെയ്ത് നിർമ്മിക്കേണ്ടതുണ്ട്. ഈ ഭാഗത്തിപ്പോൾ നിർമ്മാണത്തിനായി വാഹനങ്ങളോ മറ്റ് ലേബേഴ്സിനോ ഒന്നും കാണുന്നില്ല. ഇനി ഇവിടെ നിന്ന് തിരിച്ച് അയത്തിൽ ഭാഗത്തേക്കാണ് പോകുന്നത്. അയത്തിലെത്തുന്നതിന് മുന്നേ ഒരു തോട് റാ ഷേപ്പിൽ കടന്നു പോകുന്നുണ്ട്. ഈ തോട് വരുന്ന ഭാഗത്തൊക്കെ സർവീസ് റോഡിൽ ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് GSP നിരത്തിയിരിക്കുന്നതായി കാണാം. കൂടാതെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണ പ്രവൃത്തികളും നടക്കുന്നുണ്ട്. ആദ്യത്തെ തോടിന് കുറുകെയുള്ള പാലമാണ് ഇവിടെ കാണുന്നത്. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഒരു ബ്രിഡ്ജ് കൾവർട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ റോഡിൻ്റെ ഭാഗത്തും കുറച്ച് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ബ്രിഡ്ജിൻ്റെ നിർമ്മാണവും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ പഴയ റോഡ് വഴിയാണ് കടന്നു പോകുന്നത്. ഇടത് സൈഡിലെ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും വർക്കുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൂടാതെ വലത് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. ഈ ഒരു തോട് കറങ്ങി വീണ്ടും റോഡിനെ മുറിച്ച് മറു സൈഡിലേക്ക് പോകുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബ്രിഡ്ജ് കൾവർട്ടാണ്. നേരത്തെ കണ്ട തോട് കറങ്ങി ഇതുവഴിയാണ് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും മെയിൻ റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ നടക്കുകയാണ്. 2 ബ്രിഡ്ജിൻ്റെയും സൈഡിൽ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള പാതയും ഒരുക്കിയിട്ടുണ്ട്.
ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് അയത്തിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തേക്കാണ്. ഇവിടെയും കുറച്ച് ദൂരം വരെ മെയിൻ റോഡിൻ്റെ വർക്കുകൾ നടന്നതായി കാണാം. റോഡിൻ്റെ രണ്ട് സൈഡിലും ആറിവാൾ പാനലുകളും ഫ്രിക്ഷൻ സ്ലാബുകളുമൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതായി കാണാം. ഇപ്പോൾ നേരെ കാണുന്നതാണ് അയത്തിൽ നിർമ്മിച്ച അണ്ടർപാസിൻ്റെ ഭാഗം. അവിടേക്ക് ആവശ്യമായിട്ടുള്ള ആറിവാൾ പാനലുകളാണ് ഇപ്പോൾ വാഹനത്തിൽ ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കൂടാതെ മണ്ണ് നിരത്തുന്ന വർക്കും അവിടെ നടക്കുന്നുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളും ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും സർവീസ് റോഡ് വഴി അയത്തിൽ അണ്ടർപാസിനടുത്തേക്ക് പോകാം. ഇവിടെ ഈ അണ്ടർപാസിനടുത്ത് വരെയുള്ള ആറിവാൾ പാനലുകളൊക്കെ ഏകദേശം നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് വീതി വളരെ കുറവാണ്. നടപ്പാതയ്ക്ക് വേണ്ടിയുള്ള ഭാഗത്തും 1 മീറ്റർ പോലും തികച്ച് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. കൊല്ലം ആയൂർ റോഡാണ് അണ്ടർപാസിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്നത്. ഭാവിയിൽ ഈ റോഡും 4 വരിയായി വികസിച്ചേക്കാം. ഇവിടെ 2 ഓപ്പണിങ്ങുകളാണ് ഉള്ളത്. മൂന്നാമതായി കാണുന്ന ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് ഒരു തോടാണ് കടന്നു പോകുന്നത്. നേരത്തെ കണ്ട ആ തോട് തന്നെയാണ് വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് റോഡിനെ ക്രോസ് ചെയ്ത് ഇപ്പുറ സൈഡിലേക്ക് പോകുന്നത്. തോട് വരുന്ന ഭാഗത്തെ സർവീസ് റോഡിൻ്റെ പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതുവഴിയാണ് വാഹനങ്ങൾ പോകുന്നത്. അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളൊക്കെ നടക്കുകയാണ്. ആദ്യം ഫിനിഷ് ചെയ്ത ഭാഗത്തെ പെയിൻറ്റിങ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും മുകളിലുള്ള ഗർഡറുടെയും ഒക്കെ പെയിൻറ്റിങ് ചെയ്തതായി കാണാം. ഇനി ഇവിടെ നിന്നും നേരെ അയത്തിൽ അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്കുകൾ എത്രത്തോളമായെന്ന് നോക്കാം. ഇവിടെ ആറിവാൾ പാനലുകളൊക്കെ ഉയർന്നു വരുന്നതേ ഉള്ളൂ. വർക്കുകൾ സ്ലോയാണ്. ഈ ഭാഗം എത്തുമ്പോൾ സർവീസ് റോഡ് മെയിൻ റോഡിനേക്കാളും അല്പം ഉയർന്നാണ് പോകുന്നത്. മെയിൻ റോഡിൻ്റെ ഭാഗത്ത് കൂടുതൽ വർക്കൊന്നും നടന്നിട്ടില്ല. നേരത്തെ കുറേ മണ്ണ് കൊണ്ടിട്ടിരുന്നു. ഇപ്പോൾ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. മേവറം കഴിഞ്ഞ് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ എൻട്രി പോയിൻ്റാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു എൻട്രി പോയിൻ്റ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു എൻട്രി പോയിൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഒരു എക്സിറ്റ് പോയിൻ്റ് വരുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് ആ ഒരു എക്സിറ്റ് പോയിൻറ്റിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇനി ക്രാഷ് ബാരിയറുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. ഡ്രെഡ്ജ് ചെയ്തെടുത്ത മണ്ണാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ മണ്ണ് ഇവിടെ നിന്ന് കോരി മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ മറു സൈഡിലെ കാഴ്ചയാണ് കാണുന്നത്. നേരെ സർവീസ് റോഡ് വഴി പോകുന്നത് അയത്തിൽ ഭാഗത്തേക്കാണ്. സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള പാതയും ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ് മാത്രമേ നടന്നിട്ടുള്ളൂ. കൊല്ലം ബൈപ്പാസിലെ സർവീസ് റോഡെല്ലാം നോക്കുകയാണെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും വീതി വളരെ കുറവാണ്. ഭാവിയിൽ 2 വാഹനങ്ങളൊക്കെ ഒരുമിച്ച് കയറി പോകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചില ഭാഗങ്ങളിൽ പെട്ടെന്നായിരിക്കും റോഡ് ചുരുങ്ങുന്നത്. ഇത് പാലത്തിറയ്ക്കും അയത്തിനും ഇടയ്ക്ക് വരുന്ന ഭാഗമാണ്. ഓപ്പോസിറ്റ് സൈഡിൽ തോടിന് കുറുകെ നിർമ്മിച്ച പാലം കണ്ടിരുന്നല്ലോ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 2 സൈഡിലെയും സർവീസ് റോഡിൻ്റെ വർക്ക് പൂർത്തിയാക്കി വാഹനങ്ങൾ കടത്തി വിട്ടതിന് ശേഷമായിരിക്കും പഴയ റോഡിലുള്ള പാലം പൊളിച്ചു മാറ്റുക. ഈ കാണുന്നത് 2ാമത്തെ പാലത്തിൻ്റെ ഭാഗമാണ്.
ഇത് പാലത്തറ അണ്ടർപാസ് എത്തുന്നതിന് മുന്നേ ഉള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. മുകളിൽ ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗം വരെയാണ് ടാറിംഗ് വർക്കുകൾ നടന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് അറിവാളിൻ്റെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ നിന്ന് ഇടതേക്ക് തിരിഞ്ഞാണ് NS ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നത്. ഇത് മേവറത്തിനും പാലത്തറയ്ക്കും ഇടയ്ക്കുള്ള ഭാഗമാണ്. നേരത്തെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ മെയിൻ റോഡിൻ്റെ ഇടത് സൈഡിൽ ലൈൻ മാർക്കിങ്ങുകൾ ചെയ്തതായി കാണാം. മേവറത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ ഭാഗമാണ്. ഇവിടെ ആറിവാൾ ബ്ലോക്കുകൾ ഏകദേശം എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മേവറ അണ്ടർപാസിൻ്റെ തെക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇവിടെയും ആറിവാൾ ബ്ലോക്കിൻ്റെ വർക്കുകൾ പുരോഗമിക്കുകയാണ്. സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ. മേവറം കഴിഞ്ഞ് വരുമ്പോഴുള്ള ആദ്യത്തെ എൻട്രി പോയിൻ്റാണ് ഈ കാണുന്നത്. കൊല്ലം ബൈപ്പാസിലെ കല്ലുംതാഴം ഭാഗത്തെ വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.